എന്നാലും ഫിനാൻഷ്യലി ഒക്കെ മിക്കി സപ്പോർട്ട് ചെയ്തു, തിരിച്ചങ്ങോട്ട് അങ്ങനെ ഒരു എന്താ പറയുക അഡ്ജസ്റ്റ് ചെയ്ത് മിക്കിയെ പോലുള്ളൊരു അങ്ങനെ ഒരു വലിയൊരു സെറ്റപ്പ് വന്നു. എനിക്ക് പച്ച ആ ടൈമിലടക്കം പച്ചയ്ക്ക് പൈസ ഇല്ലാഞ്ഞിട്ടടക്കം എനിക്ക് ഡ്രസ്സ് എടുത്ത് തന്നിട്ടുണ്ട്, ഷൂ എടുത്ത് തന്നിട്ടുണ്ട്, അങ്ങനെ കുറേ സാധനങ്ങൾ എനിക്ക് തിരിച്ചും ചെയ്ത് തന്നിട്ടുണ്ട്. പച്ചയ്ക്ക് വേറെ ഇല്ല, പച്ച പച്ചയ്ക്ക് ആ സമയത്ത് ആ പൈസ വലുത് തന്നെയാണ്. കാരണം ഒരു 3000 എനിക്ക് എല്ലാത്തിനും ഭയങ്കര വാല്യൂ ആണ്. കാരണം എല്ലാം പൈസ കൊടുത്ത് പച്ച ഒറ്റയ്ക്ക് എന്തൊക്കെ ഉണ്ടോ അത് ഇപ്പോഴാണെങ്കിലും എപ്പോഴാണെങ്കിലും പച്ച സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കിയതാണ്. ഇപ്പൊ അത് വണ്ടിയാണെങ്കിലും ഫോണാണെങ്കിലും ഡ്രസ്സാണെങ്കിലും എല്ലാം പച്ച ഒറ്റയ്ക്ക് മേടിച്ചതാണ്. അപ്പം അതുകൊണ്ട് എനിക്ക് ഞാൻ കല്യാണത്തിന് മുമ്പ് പച്ചയ്ക്ക് ഞങ്ങൾക്കായിട്ടൊരു സെപ്പറേറ്റ് റൂം പച്ച എന്താ പറയുക കല്യാണത്തിന് മുമ്പ് എനിക്ക് സെറ്റ് ചെയ്ത് തന്നിട്ടാണ് എന്നെ വിളിച്ചിട്ട് വന്നത്. മുമ്പ് ഐ മീൻ ബാത്റൂമിന്റെ പണി കഴിഞ്ഞേക്ക് മുന്നാണ് വിളിച്ചോണ്ട് വന്നത്. അത് എനിക്ക് വേണ്ടി ഒരു സെപ്പറേറ്റ് ബാത്റൂം വീടും. വീട്ടുകാർ പറഞ്ഞു വീട് നല്ലതല്ല എന്നൊക്കെ പറഞ്ഞപ്പോ നമ്മള് ഒരു സൈഡിലൊരു റൂം എടുത്ത് ഇതിനു വേണ്ടി മാത്രം, വീട് അവിടെ ഇരിക്കട്ടെ, സൈഡിലൊരു റൂം എടുത്ത് അതൊന്ന് സെറ്റ് ചെയ്യാന്നാണ്ട് കമ്പനിക്കാരനെയൊക്കെ വിളിച്ച് സെറ്റ് ചെയ്ത് അവസാനം എത്തിയപ്പോഴേക്കും ഇവിടെ അങ്ങനെ സിറ്റുവേഷൻ ആയി. 1 കൊല്ലമായി കല്യാണം തരില്ലെന്ന് പറഞ്ഞപ്പോ എനിക്ക് പച്ചയുടെ മൈൻഡും, കാരണം പച്ച എനിക്ക് വേണ്ടി ഇത്രയും ചെയ്തല്ലോ, കാരണം ഒരു റൂമും ഇതും അതും പച്ച ആ ഒരു പൈസ വെച്ചിട്ട് ഇത്രയും ചെയ്ത് തന്നല്ലോ എനിക്ക് വേണ്ടിട്ട്. രണ്ടും കൂടി നോക്കിയപ്പോ എനിക്ക് വിട്ടുകൊടുക്കാൻ വിട്ടുകൊടുക്കും ആർക്കും ഞാൻ തോന്നിയില്ല, കാരണം എനിക്ക് വേണ്ടി ഇത്രയും ചെയ്തല്ലോ. അത് നന്നായി. ലാസ്റ്റ് ഒരു കാര്യം കൂടി ചോദിച്ച് നിർത്തുവാണ്.